Don't judge each day by the harvest you reap, but by the seeds that you plant. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഹായ്, നമസ്കാരം. ഇൻസ്പയറിംഗ് ഫ്രീക്കിൻ്റെ പോഡ്കാസ്റ്റ് എപ്പിസോഡ് 1 എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ടെസ്റ്റ് ടീം ചരിത്രത്തിൽ തന്നെ അവരുടെ ഏറ്റവും ചെറിയ സ്കോർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, 36 റൺസ്. മൂന്നാം ദിവസം കളി തുടങ്ങി ആദ്യ 45 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തകർന്നടിയുന്നത് കണ്ടിട്ട് എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും നെഞ്ച് ഒന്ന് വിങ്ങിക്കാണും. ഒരു ബാറ്റ്സ്മാൻ പോലും 2 അക്കം എത്താതെ ഔട്ടാവുകയാണ്. ഇന്ത്യ 36-9 എന്ന നിലയിൽ ബാറ്റിംഗ് അവസാനിപ്പിച്ച് മടങ്ങുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ സ്കോറുകളിലൊന്നാണിത്. ഏറ്റവും നിലവാരം കുറഞ്ഞ ബാറ്റിംഗ് പെർഫോമൻസ്. ഓസ്ട്രേലിയയുടെ ബോളിംഗ് വളരെ മികച്ചതായിരുന്നു. എങ്കിലും ആ ബോളുകൾക്ക് മുമ്പിൽ തകർന്നു പോകാൻ മാത്രം ദുർബലമായിരുന്നില്ല ഇന്ത്യൻ ബാറ്റിംഗ് നിര. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് റൺസ് നേടാൻ പറ്റാതെ പോയത്, കളി ജയിപ്പിക്കാൻ പറ്റാതെ പോയത്, ഇത്രയും ചെറിയ റൺസിന് തോറ്റു കൊടുക്കേണ്ടി വന്നത്? കളിക്ക് ശേഷം ക്യാപ്റ്റനായ വിരാട് കോഹ്ലി പത്രപ്രവർത്തകരോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: ശരിയാണ്, അവരുടെ ബോളുകൾ നല്ലതായിരുന്നു, പക്ഷേ അവരുടെ ബോളിങ്ങിൻ്റെയോ പിച്ചിൻ്റെയോ പ്രശ്നം കൊണ്ടല്ല ഇന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ പോയത്. There was no real intent to score runs. We lost the real intent to score runs. റൺസ് നേടണമെന്ന ഇൻറ്റൻഷൻ എപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ശരിയാണ്, ബാറ്റ് കൊണ്ട് ഇറങ്ങുന്നുണ്ട്, ബോളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തിനാണ് ബാറ്റ് കൊണ്ട് ഇറങ്ങുന്നത്? ഓരോ ബോളും ഫേസ് ചെയ്യുമ്പോഴുള്ള ഇൻറ്റൻഷൻ എന്താണ്? റൺസ് നേടണമെന്ന ഇൻറ്റൻഷൻ ഞങ്ങൾക്കില്ലാതായിപ്പോയി. ഇതേ ഓസ്ട്രേലിയൻ ടൂറിൽ തന്നെ ഓസ്ട്രേലിയയുമായി നടന്ന രണ്ടാം 2020 മത്സരം 195 റൺസിൻ്റെ വമ്പൻ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ ഇന്ത്യക്ക് വേണ്ടി പടുത്തുയർത്തിയത്. ഇന്ത്യൻ ബാറ്റിംഗ് നിര നന്നായി ഓപ്പൺ ചെയ്തു, നന്നായി ബാറ്റ് ചെയ്തു, ഇടയ്ക്ക് വിക്കറ്റുകൾ പോകാൻ തുടങ്ങി. അവസാനം ഹാർദിക് പാണ്ഡ്യ ഇറങ്ങുകയാണ്. ഹാർദിക് പാണ്ഡ്യയും ശ്രേയസ് അയ്യറും ക്രീസിൽ നിൽക്കുമ്പോൾ അവസാനത്തെ ഓവറിൽ 6 പന്തുകളിൽ വേണ്ടത് 14 റൺസാണ്. ഹാർദിക് പാണ്ഡ്യയാണ് സ്ട്രൈക്ക് നിൽക്കുന്നത്. ആദ്യ പന്തിൽ തന്നെ 6 അടിച്ചു. പിന്നെ വേണ്ടത് 8 റൺസ്. ആ മത്സരം ഇന്ത്യ 2 ബോളുകൾ ബാക്കി വെച്ച് 6 വിക്കറ്റിന് വിജയിക്കുകയാണ്. 6 ബോളിൽ നിന്ന് 14 റൺസ്. ഇന്ത്യ അത് 4 ബോളിൽ നേടി. മത്സരത്തിന് ശേഷം ഹാർദിക് പാണ്ഡ്യ സംസാരിച്ചത് ഇങ്ങനെയാണ്: ഞാനവിടെ ഇറങ്ങിയത് ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ്, റൺസ് നേടണം. എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, എന്താണെങ്കിലും ഞാൻ ബൗണ്ടറി കടത്തണം, ഞാൻ ബൗണ്ടറി കടത്തിയിരിക്കും. ഓരോ ബോളും ഫേസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു, ഈ ബോൾ ബൗണ്ടറിക്ക് പുറത്തായിരിക്കണം. അവസാനത്തെ ബോൾ 6 വായിക്കുക എന്നതിനേക്കാൾ ബൗണ്ടറിക്ക് പുറത്തു പോകണം, ടീം ജയിക്കണം എന്നൊരൊറ്റ ലക്ഷ്യമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഐ വാസ് എനിവേ ഗോയിങ് ടു വാക്ക് ഇറ്റ്, സോ ഐ ഡിസൈഡഡ് ടു വാക്ക് ഇറ്റ് early. ഇവിടെ ഹാർദിക് പാണ്ഡ്യയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഓരോ ബോളിലും ടീമിനെ ജയിപ്പിക്കുക, റൺസ് നേടുക എന്നൊരൊറ്റ ലക്ഷ്യമായിരുന്നു. അവർ ഇൻറ്റൻഷൻ ഡിസൈഡ്സ് അവർ ആക്ഷൻസ്. അവർ ഇൻറ്റൻഷൻ ഡിസൈഡ്സ് അവർ റിസൾട്ട്സ്. നമ്മൾ തീരുമാനിക്കാത്ത ഒരു കാര്യം, നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത ഒരു കാര്യം എങ്ങനെ നമ്മുടെ പ്രവൃത്തികളിൽ വരും? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരാം: എന്താണ് ഇൻറ്റൻഷനും ഡിസൈറും തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ എന്താണ് ഇൻറ്റൻഷനും ടാർഗറ്റും തമ്മിലുള്ള വ്യത്യാസം? ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പിൽ കാണുന്ന ഒരു ലക്ഷ്യമാണ്, അതൊരു പോയിൻ്റാണ്. പക്ഷേ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതൊരു ഫ്ലോയാണ്, അതൊരു അവസ്ഥയാണ്. അത് ഓരോ മൊമെൻറ്റിലും നമ്മുടെ ഉള്ളിലുള്ള ഒരു പുഷിങ് എനർജിയാണ്. ഓരോ ബോളും ഫേസ് ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശം? വാട്ട് ഈസ് മൈ ഇൻറ്റൻഷൻ? എൻ്റെ ടാർഗറ്റിനോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും ആ എൻ്റെ ടാർഗറ്റിനെ ഞാൻ എൻ്റെ ഓരോ മൊമെൻറ്റിലേക്കും ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോ മൊമെൻറ്റിലും ആക്റ്റീവ് ആക്കുന്നതാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ബാറ്റുമായിട്ട് ക്രീസിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഇൻറ്റൻഷൻ റൺസ് നേടുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇൻറ്റൻഷനെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. ഗാന്ധി വസ്ത്രം ഊരിയതും അംബേദ്കർ കോട്ടണിഞ്ഞതും ഒരേ ഇൻറ്റൻഷന് വേണ്ടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, സമ്പത്തും അധികാരവും ഉണ്ടാക്കിയവരും നേടിയെടുത്തവരും സമ്പത്തും അധികാരവും വേണ്ടെന്ന് വെച്ചവരും ലോകത്തിലെ ശ്രേഷ്ഠരായ മനുഷ്യരായിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രവൃത്തികളെ അർത്ഥവത്താക്കുന്നത് അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇൻറ്റൻഷനാണ്. ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ്. ഒരു ബ്ലൂ പ്രിൻ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന ടാർഗറ്റിന് ചേരുന്ന രീതിയിലായിരിക്കും, ആ ടാർഗറ്റിലേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കും. ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ പോയിന്റ് ആണെങ്കിൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആ ഫൈനൽ പോയിന്റിലേക്ക് ഓടുന്ന ട്രാക്കിലെ ഓരോ മൊമെൻറ്റുമാണ്, ഓരോ അടിയുമാണ്. വില്യം ജെയിംസ് പറയുന്നുണ്ട്: ആക്ട് ആസ് ഇഫ് വാട്ട് യു ഡു മേക്ക് എ ഡിഫറൻസ്, ഇറ്റ് ഡസ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുന്നു, എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം, എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം, എന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കണം. കാരണം യഥാർത്ഥത്തിൽ അത് മാറ്റമുണ്ടാക്കുന്നു. നമ്മൾ ജീവിക്കുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്? എൻ്റെ ഓരോ നിമിഷത്തിനും ഞാൻ നൽകുന്ന അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് യു ഗീവ് ഫോർ സംതിങ് വെൻ യു ഡു ഇറ്റ്? ബ്രെന്നെ യുവനോഫ് പറയുന്നു, ഇൻറ്റൻഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സസ് ദെയർ ഈസ്. വാട്ട് യു മീൻ വെൻ യു ഡു എ തിങ്
will always determine the outcome. രണ്ട് മനുഷ്യർ തമ്മിൽ തല്ലുകൂടുമ്പോഴും ഒരമ്മ കുട്ടിയെ അടിക്കുമ്പോഴുമുള്ള വ്യത്യാസം ഇതാണ്. രണ്ടിടത്തും അടി കൊള്ളുന്ന ആൾക്ക് വേദനയുണ്ടാകുന്നുണ്ട്, പക്ഷേ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമാണ്. അതുപോലെ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്? നമ്മൾ ശ്വസിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം ഇടിക്കുന്നു. അങ്ങനെ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവുമുള്ള നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്? എന്തർത്ഥത്തോടെയാണ്, എന്ത് ചിന്തയോടെയാണ് ഞാൻ ജീവിക്കുന്നത്? നമ്മൾ എഴുതാനിരിക്കുമ്പോൾ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഈസ് അവർ ഇൻറ്റൻഷൻ സ്ട്രോങ്? ഞാൻ യഥാർത്ഥത്തിൽ പുസ്തകമായിട്ടിരിക്കുന്നത് എനിക്ക് വായിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടെയാണോ? ഞാൻ ബാറ്റുമായിട്ട് ക്രീസിലേക്ക് നടന്നു പോകുമ്പോൾ എൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ റൺസ് എടുക്കുക എന്നുള്ളത് തന്നെയാണോ? ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ സാറ്റിസ്ഫാക്ഷനോടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണോ? നമ്മൾ മഞ്ഞ നിറത്തിലുള്ള കണ്ണാടി വെച്ചാൽ നമ്മൾ എന്തും കാണുന്നത് മഞ്ഞ നിറത്തിലായിരിക്കും. നമ്മൾ നീല നിറത്തിലുള്ള കണ്ണാടി വെച്ചാൽ എന്തും കാണുന്നത് നീല നിറത്തിലായിരിക്കും. ഇതുപോലെയാണ് നമ്മൾക്കൊരു ഇൻറ്റൻഷൻ ഉള്ളപ്പോൾ. നമ്മുടെ ഒരു ഇൻറ്റൻഷൻ്റെ ഈ കണ്ണാടി വെക്കുമ്പോൾ നമ്മളെല്ലാം വ്യക്തമായി കാണുന്നത് ആ ഇൻറ്റൻഷനോടെ ആയിരിക്കും. നമുക്ക് ചുറ്റും ഇന്നുള്ളത് ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ലോകമാണ്, തിരക്കിട്ടോടുന്ന ലോകം. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ തിരക്കിട്ടോടുന്നത്? അതിന് നമുക്കൊരു ഉത്തരം നൽകാൻ സാധിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം. ഡു ഐ ലീവ് വിത്ത് ഇൻറ്റൻഷൻ? ഡു ഐ ഹാവ് ആൻ ഇൻറ്റൻഷൻ എവറി മൊമെൻ്റ് ഐ ലീവ്? മേരി ആൻഡ് റെഡ്മാക്കറിൻ്റെ വാക്കുകൾ. ലീവ് വിത്ത് ഇൻറ്റൻഷൻ, back to the edge. Listen hard, practice wellness. Play with abandon, laugh, choose with no regret. Appreciate your friends, continue to learn. Do what you love. Live as if this is all there is. Live with intention.